മസ്തകത്തിൽ മുറിവേറ്റ അതിരപ്പള്ളിയിലെ ആനയെ കോടനാട്ടേക്ക് എത്തിച്ചു. ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിൽ ആനയെ നേരത്തെ രാവിലെ തന്നെ മയക്കുവെടി വെച്ചിരുന്നു. ഇപ്പോഴത്തെ വിവരങ്ങളുമായി തിയോഫിൻ ചേരുന്നു. തിയോഫിൻ, ഈ കോടനാട്ടെ പ്രത്യേകം തയ്യാറാക്കിയ ആനക്കൊട്ടിലിൽ ആണോ ആനയെ ഇപ്പോൾ എത്തിച്ചത്? എന്തൊക്കെയാണ് ഇതിൻ്റെ തുടർ ചികിത്സ? ആനയുടെ ആരോഗ്യാവസ്ഥ സംബന്ധിച്ച് ഇപ്പോൾ വിദഗ്ധർ പറയുന്നതെന്ത് അടക്കമുള്ള സമഗ്രതയിലേക്ക് പോയാൽ? അജിംഷാദ്, ഏകദേശം 1 മണിക്കൂറോളം സമയം അടുത്താകുന്നു ആനയെ ഇവിടെ എത്തിച്ചിട്ട്. ഇപ്പോൾ നമുക്ക് പിന്നിൽ കാണുന്ന ഈ പ്രത്യേകം തയ്യാറാക്കിയ കൂട്, യൂക്കാലി മരങ്ങൾ കൊണ്ട് തയ്യാറാക്കിയ കൂടിനുള്ളിലാണ് ഇപ്പോൾ ആനയുള്ളത്. ആനയെ ചൂടായതുകൊണ്ട് നേരെ മുകളിൽ നിന്ന് വെയിലടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആനയെ ഇടയ്ക്കിടെ കുളിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം മോട്ടർ വെച്ച് പമ്പ് ചെയ്ത് ആനയെ നനച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ആന ഏറെക്കുറെ മയക്കം വിട്ട് ഉണർന്നിട്ടുണ്ട്. ഇപ്പോൾ 3ാമത്തെ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഈ ദൗത്യം. ആദ്യഘട്ടമായി അതിരപ്പള്ളിയിൽ നിന്നും ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി ലോറിയിൽ കയറ്റുക എന്നതായിരുന്നു ആദ്യം. അതിനുശേഷം കോടനാട് എത്തിക്കുക എന്നതും. കോടനാട് എത്തിച്ച് ഇപ്പോൾ ഈ കൂട്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. നിലവിൽ ഈ മരം കൊണ്ട്, കാരണം ഈ കൂടിൻ്റെ ഒരു പുനർനിർമ്മാണം ഉണ്ടായിരുന്നു. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നതാണ് ഒരു കൂട്. ആനയെ നിർത്തി ചികിത്സയൊക്കെ നൽകാൻ, അല്ലെങ്കിൽ ആനയെ ഇവിടെ നിയന്ത്രിച്ച് നിർത്താൻ വേണ്ടിയുള്ളൊരു സംവിധാനം. ഈ കൂട്ടിൽ നിർത്തിക്കൊണ്ട് വേണം ആനയ്ക്ക് ചികിത്സ നൽകാൻ. നേരത്തെ തന്നെ അത് ഡോക്ടർ കഴിഞ്ഞ ജനുവരി 24-ാം തീയതി ആദ്യ തവണ മയക്കുവെടി വെച്ചപ്പോൾ പറഞ്ഞതാണ്. അന്ന് മയക്കുവെടി വെച്ച് അന്ന് ആനയ്ക്ക് മരുന്ന് വെച്ച് വിട്ടു. അത് കാട്ടിനുള്ളിലേക്ക് വിട്ട ആന മുറിവ് ഭേദമായില്ലെങ്കിൽ ആനയെ വീണ്ടും പിടികൂടി ഇത്തരത്തിൽ കൂട്ടിൽ നിർത്തിക്കൊണ്ട് ചികിത്സിക്കേണ്ട ഒരു സംവിധാനം വേണ്ടിവരും എന്നന്ന് സൂചിപ്പിച്ചിരുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ആനയെ സംബന്ധിച്ച് ആനയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. ഈ മുറിവുമായി നടക്കുന്ന ആനയെ ചികിത്സിക്കുക എന്നതായിരുന്നു ഏറ്റവും പ്രധാനം. അതിൽ ഈ മയക്കുവെടി വെച്ച് പിടിക്കുന്നതിലൊക്കെ ഒരു ചെറിയ റിസ്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ദുഷ്കരമായൊരു ദൗത്യമായിരുന്നു. അതിൽ ഇത്രയും ദുഷ്കരമാണെങ്കിൽ കൂടി ആനയുടെ ജീവൻ എന്നതാണ്, ആനയുടെ ചികിത്സയ്ക്കാണ് പ്രാധാന്യം നൽകിയത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ദൗത്യം നടത്താനായി തിരഞ്ഞെടുത്തു. ഈ കൂട് പുനർനിർമ്മാണം നടത്തിയാണ് ഇന്ന് ഇപ്പോൾ കാണുന്ന ഈ നിലയിലേക്ക് എത്തിച്ചത്. കാരണം നേരത്തെ ഉണ്ടായിരുന്ന കൂട് ഒരുപാട് പഴക്കമുള്ള മരങ്ങൾ കൊണ്ടായിരുന്നു. ആ കൂട് ആനയ്ക്ക് നിസ്സാരം, വളരെ നിഷ്പ്രയാസം ഇത് പൊളിച്ച് പുറത്തേക്ക് വരാൻ കഴിയുമായിരുന്ന അത്ര ബലമേ ആ മരങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മൂന്നാറിൽ നിന്ന് പുതിയ യൂക്കാലി മരങ്ങൾ, ഈ വലിയ മരങ്ങൾ എത്തിച്ച് ഇവിടെ പുതിയ കൂട് നിർമ്മിച്ചത്. കൂടിൻ്റെ നിർമ്മാണം ഇന്നലെ രാത്രിയോടുകൂടി പൂർത്തിയായി. അതിൻ്റെ തുടർച്ചയായാണ് ഇന്ന് നിർമ്മാണം പൂർത്തിയായതോടുകൂടിയാണ് ഇന്ന് രാവിലെ എത്തിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെയാണ് ദൗത്യത്തിന് ഇന്നത്തെ ദിവസം തിരഞ്ഞെടുത്തത്. ഇന്ന് രാവിലെ 6 മണിയോടുകൂടി തന്നെ ദൗത്യസംഘം ആനയെ പിടികൂടുന്നതിനുള്ള തുടക്കം ആരംഭിച്ചിരുന്നു. ഈ 6 മണിക്ക് ദൗത്യസംഘം, ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള സംഘം ആനയെ അതിരപ്പള്ളിയിൽ വെച്ച് നിരീക്ഷിച്ചു. ആനയുടെ ലൊക്കേറ്റ് ചെയ്യുകയായിരുന്നു ആദ്യത്തെ കടമ. അത് അല്പസമയത്തിനുള്ളിൽ തന്നെ 6 മണിക്ക് തുടങ്ങി അല്പസമയത്തിനകം തന്നെ ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചു. പിന്നീട് 1 മണിക്കൂറിനുള്ളിൽ തന്നെ ആനയെ മയക്കുവെടി വയ്ക്കാനും സാധിച്ചു. അതിൽ അനുകൂലമായ ഘടകം എന്നത് വളരെ വേഗം ആനയെ കൃത്യമായി മയക്കുവെടി വയ്ക്കാൻ അനുകൂലമായ ഒരു സ്ഥലത്ത്, അത്തരത്തിലുള്ളൊരു ഭൂപ്രദേശത്ത് ആനയെ കിട്ടി എന്നതാണ്. അതുകൂടാതെ തന്നെ ആനയെ മയക്കുവെടി വെച്ചപ്പോൾ തന്നെ ആന ഓടിയത് വളരെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക്, അതായത് ഈ ഒരു റോഡിൽ നിന്നും, നമുക്കറിയാം ആ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ എണ്ണപ്പനത്തോട്ടത്തിൽ അതിന് സമീപമായിരുന്നു അതിൻ്റെ ചെക്ക് പോസ്റ്റിൻ്റെ സമീപത്തു നിന്നുള്ളൊരു റോഡ്. ആ റോഡിൽ നിന്ന് 200 മീറ്ററോളം മാത്രം അകലത്തിലായിരുന്നു ആന എത്തിയത്. ഈ മയക്കുവെടി ഏറ്റ ആന ഓടിയെത്തിയത് അവിടെ നിന്നു. ആന നിൽക്കുന്നതിനൊപ്പം മറ്റൊരു ആന കൂടി ഉണ്ടായിരുന്നു. ഏഴാറ്റുമുഖം ഗണപതി എന്ന ആനയുണ്ടായിരുന്നു. അത് ഈ രണ്ട് ആനകളും വളരെ സൗഹൃദമുള്ള ആനകളായിരുന്നു. അതിന് ഈ വെടിയേറ്റ ആനയെ മയക്കുവെടിയേറ്റപ്പോൾ ആനയ്ക്ക് എന്തോ പ്രശ്നങ്ങളുണ്ട്, ആരോഗ്യ പ്രശ്നമുണ്ട് നിലയിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ആരോഗ്യാവസ്ഥ സംബന്ധിച്ച് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നൊന്നും പറയാനായിട്ടില്ല. പക്ഷേ ചികിത്സ വളരെ വിജയകരമായി തന്നെ തുടരുന്നൊരു സാഹചര്യമാണ്. അതിൻ്റെ ആദ്യഘട്ടങ്ങളൊക്കെ ദൗത്യമൊക്കെ പൂർത്തിയാക്കുന്നു. മസ്തകത്തിലെ മുറിവ് എന്നത് ഇത്ര ഭീകരമാണെന്ന് ക്ലോസ് റേഞ്ചിൽ നാം കാണുമ്പോഴാണ് യഥാർത്ഥത്തിൽ മനസ്സിലാകുന്നത്. ദരിദ്രലോട് എന്നുള്ള വിവരങ്ങളാണ് തിയോഫിൻ നൽകിയത്.